സുചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ രാജ്യത്തൊരു വലിയ പ്രതിഷേധം അലയടിച്ച് ആർത്തിരമ്പുകയാണ്. അറിഞ്ഞു കാണുമല്ലോ സംഭവം. ടാറ്റയ്ക്കെതിരെയാണ് ഈ പ്രതിഷേധം എന്ന് പറയുന്നത്. വേറെ ആരുമല്ല, സുഡാപ്പികൾ തന്നെയാണ് പ്രതിഷേധമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം ഹമാസിന് വേണ്ടി, ഹമാസിനെതിരെ ആയുധമുണ്ടാക്കുന്ന ആ ഒരു പ്രക്രിയയിൽ ടാറ്റയ്ക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റയുടെ സൂഡിയോ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞ് ഒരു വിഭാഗം മത തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ രംഗത്തിറങ്ങിയിട്ടുണ്ട്. തെരുവുകളിൽ കിടന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയാണ്. ഇതൊന്നും വകവെച്ച് കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഗവൺമെന്റ് അവന്മാരെയൊക്കെ നിയമപരമായിട്ടും കായികപരമായിട്ടും നേരിടേണ്ടതാണ്. കാരണം നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഇതുപോലുള്ള അഴിഞ്ഞാട്ടം. അവിടെ KFCക്ക് നേരെയായിരുന്നു അവന്മാർ ഇങ്ങനെ അഴിഞ്ഞാടിയത്. KFCക്ക് നേരെ പോയമാര് ഡോമിനോസും കൂടെ അടിച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ആ ഒരു പ്രവണത ഇവിടെ നമ്മൾ വകവെച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ടാറ്റ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ കമ്പനി, ഈ നമ്മുടെ രാജ്യത്ത് ഈ മൊട്ടുസൂചി മുതൽ വിമാനം വരെ അവർക്ക് ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ടാറ്റ എന്ന് പറയുന്നത്. നമുക്കറിയാം രത്തൻ ടാറ്റ എന്ന് പറയുന്ന അദ്ദേഹം വലിയൊരു ഫിലാന്ത്രോഫിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നിന്ന് കിട്ടുന്നതിന്റെ ഭൂരിഭാഗവും അദ്ദേഹത്തിന്റെ മരണം വരെയും മരണത്തിന് ശേഷവും ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹം മതമോ ജാതിയോ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ടും ടാറ്റ മരിച്ചപ്പോൾ ഈ സുഡാപ്പികളുടെ ചാനലും ടാറ്റയുടെ കയ്യിൽ രക്തക്കറയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. നല്ല ടീമുകളാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ ഇന്ത്യൻ വസ്ത്ര വ്യാപാര വിപണിയിൽ സാധാരണക്കാർക്ക് ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി വസ്ത്രങ്ങൾ എങ്ങനെ ഉറപ്പാക്കാം എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമായിട്ടാണ് സുഡിയോ എന്ന് പറയുന്ന ഇവരുടെ സംരംഭം തുടങ്ങിയിരിക്കുന്നത്. സുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഏത് പാവപ്പെട്ടവനും നല്ല ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ എടുക്കാൻ സാധിക്കും. നാനോ കാർ അങ്ങനെ ഇറക്കിയില്ലേ ടാറ്റ, അതൊരു പാവപ്പെട്ടവന്റെ വണ്ടിയായിരുന്നു. അപ്പോൾ പാവപ്പെട്ടവർക്ക് നല്ല ഉപകാരമുള്ള വണ്ടിയായിരുന്നു. ഇപ്പോഴും OLX-ലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ നാനോയ്ക്ക് അതിഭീകരമായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. പോരാത്തതിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ ഇവരുടെ കാറുകൾക്കെല്ലാം 5 സ്റ്റാർ ആണ്. അതായത് സെക്യൂരിറ്റി അതിഭീകരമാണ്. എവിടെ പോയി ഇടിച്ചാലും ജീവൻ നമുക്ക് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടാറ്റയെ തകർക്കാനായിട്ട് ഇവിടെയുള്ള മതമൗലികവാദികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു പ്രതിഷേധം, ഈ ടാറ്റയ്ക്കെതിരെ, ഈ സുഡിയോയ്ക്കെതിരെയുള്ള ഇവരുടെ ഒരു പ്രതിഷേധം ഒരു വലിയ പ്രതിഷേധമായിട്ട് മാറുകയാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ കേസിൽ നമുക്കറിയാലോ, നമ്മുടെ രാജ്യത്തിനെ ഒരു ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് ഒരുത്തനും വാ തുറന്നിട്ടില്ല. ഇവിടെ ഭയങ്കര വിഷമമായിരുന്നു എല്ലാവർക്കും. അതേസമയം ഹമാസിൽ ഒരു ബോംബ് വീഴുമ്പോൾ വാ തുറന്ന് ഇവിടെ കിടന്ന് ആടിപ്പൊടിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ അവിടെ ഇന്ത്യ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വലിയ വിഷമമായിരുന്നു, എല്ലാവർക്കും വലിയ വിഷമമായിരുന്നു. ഫേസ്ബുക്കൊക്കെ ശോകമൂകമായിരുന്നു. സംഘികൾ ഒരു ഭാഗത്ത് കിടന്ന് അർമാദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സുഡാപ്പികളുടെ ഒരു പോസ്റ്റ് പോലും ഞാൻ കണ്ടിട്ടില്ല. ടു ബി ഫ്രാങ്ക്, പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ആ ഉമാരാണ് ഇപ്പൊ ടാറ്റയ്ക്കെതിരെ പ്രതിഷേധം നടത്തുന്നത്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമുക്കിത് വകവെച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന ഈ പാകിസ്ഥാന് ഇന്ത്യയെ അടിക്കാനായിട്ട് സപ്പോർട്ട് കൊടുത്ത ഭീകര സംഘടനയാണെന്ന് നമുക്കറിയാമല്ലോ. ആ ഹമാസിന് വേണ്ടിയിട്ടാണ് അവന്മാർ ഇവിടെ കിടന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അല്ല, നമ്മുടെ രാജ്യത്ത് ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ആഹ്വാനങ്ങൾ വരുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും മുമ്പ് ഈ പ്ലാച്ചിമടയില് കൊക്കക്കോളയുടെ വിഷയം വന്നല്ലോ, അവര് ജല ഊറ്റുന്നു എന്നൊക്കെ പറഞ്ഞു. അന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്തും DYFIയും എല്ലാം ഇത് കൊക്കക്കോള ബഹിഷ്കരിക്കാൻ ഒരു ആഹ്വാനം നൽകിയിരുന്നു. അന്നത്തെ കാലത്ത് ഈ കൊക്കക്കോള ബഹിഷ്കരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ട് ചിലരൊക്കെ കരുതുകയും ചെയ്തിരുന്നു. കാരണം പ്ലാച്ചിമടയിലെ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു കാര്യം. അതിനു ശേഷം പലപ്പോഴും നമ്മുടെയൊക്കെ ഗാന്ധിജിയെ, ഗണപതി ഭഗവാനെ ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള കുപ്പികള്, ചെരുപ്പുകളൊക്കെ ചില വിദേശ കമ്പനികൾ ഇറക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മതത്തിന്റെ പേരിലുള്ള അല്ലെങ്കിൽ രാജ്യത്തിന്റെ പേരിലുള്ള പ്രതിഷേധങ്ങൾ വരികയും പിന്നീട് ആ കമ്പനികൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് പിൻവലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ രണ്ടു തരം ബഹിഷ്കരണങ്ങളുണ്ട്. ഒന്ന്, ജനങ്ങൾ മുന്നിട്ടിറങ്ങി സ്വമേധയാ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുന്നത്. അതായിരിക്കും ഈ ഉൽപ്പന്ന ബഹിഷ്കരണത്തിലെ ഏറ്റവും ശക്തമായ ബഹിഷ്കരണം എന്ന് പറയേണ്ടി വരും. നമ്മുടെ രാജ്യം തന്നെ പലപ്പെട്ട സാക്ഷ്യം വെച്ചത് 2020 നമ്മളും ചൈനയുമായി ഗാൽവാൻ താഴ്വരകളിൽ ഏറ്റുമുട്ടിയതിന് പിന്നാലെയായിരുന്നു ആ വർഷത്തെ ദീപാവലിയിൽ. എനിക്ക് തോന്നുന്നു ആ ദീപാവലിയുടെ സമയത്തായിരുന്നു അതെന്ന് തോന്നുന്നു. ദീപാവലി മാത്രമല്ല, ഇന്ത്യയിൽ പടക്കം നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാട് ആഘോഷങ്ങൾ നമുക്കുണ്ട്. ദീപാവലി മാത്രമല്ല, ഹോളി, ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അപ്പൊ അതിനുശേഷം ജനങ്ങള് സ്വമേധയാ രംഗത്ത് വരികയും നമുക്കിനി ചൈനയുടെ പടക്കം വേണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. ഒപ്പം തന്നെ ഇതിന്റെ വ്യാപാരികൾ, പടക്ക വ്യാപാരികൾ, അവര് അങ്ങനെ ചെയ്യുന്നു. ഇതൊന്നും നമ്മുടെ രാജ്യം ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സംഘടനയും അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവരങ്ങ് തീരുമാനിക്കുന്നു.
അതിനുശേഷം ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്കറിയാം, ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ദീപാവലിയോടൊക്കെ അനുബന്ധിച്ച് അവർ വീടുകളും മറ്റുമൊക്കെ അലങ്കരിക്കുന്ന ഒരു രീതിയുണ്ട്. അവിടെ ഈ ചെടി, ഈ കൃത്രിമമായിട്ടുള്ള ചെടികള്, പൂക്കള്, അതുപോലെ തന്നെ ഈ സീരിയൽസ്, ലൈറ്റുകള്. ബൾബുകള്, ലൈറ്റുകൾ, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചൈനയിൽ നിന്നാവുന്നു. അതെല്ലാം വേണ്ട എന്നവരങ്ങ് തീരുമാനിക്കുകയാണ്, സ്വയം തീരുമാനിക്കും. അത് ചൈനയ്ക്ക് വരുത്തി വെച്ച നഷ്ടം ആയിരുന്നില്ല, വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെ കിട്ടി. കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ വലിയ രീതിയിൽ തന്നെ ബഹിഷ്കരിക്കപ്പെട്ടു. ഇത് പലയിടത്തും ഇതേ രീതിയിൽ നമ്മൾ കാണാറുണ്ട്. കാരണം ഇപ്പോഴെന്തുകൊണ്ടാണ് കൂടുതൽ ഈ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരണത്തിലേക്ക് ജനം നീങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്തിന് ഇപ്പോൾ പർച്ചേസിംഗ് കപ്പാസിറ്റി കൂടിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇവിടെ ആർക്കും അതെ. എന്തും വാങ്ങാൻ പറ്റും, ഇഷ്ടമുള്ളത് വാങ്ങാൻ പറ്റും, അതുപോലെ തന്നെ ബഹിഷ്കരിക്കാനും പറ്റും. ഇത് കൂടാതെ തന്നെ ചില ബഹിഷ്കരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ചില സാധനങ്ങളിലൊക്കെ മായം മറ്റും ഒക്കെ ഉള്ളപ്പോൾ നമ്മളതിനെ ബഹിഷ്കരിക്കാറുണ്ട്. ഇപ്പോൾ ഈ ബഹിഷ്കരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ പെരുന്നാളിനും ആയി ബന്ധപ്പെട്ട് ഇപ്പോൾ മുസ്ലിം മതവിശ്വാസികൾ അവരുടെ പെരുന്നാൾ ആഘോഷിക്കും. പെരുന്നാളുമായി ഉം. ബന്ധപ്പെട്ട് ഈ തുണിക്കടകളിൽ വലിയ രീതിയിൽ സെയിൽസ് നടക്കുന്ന ഒരു സമയമാണ്. അവിടെയാണ് അതെ. ടാറ്റയുടെ കടയിൽ നിന്ന് തുണി വാങ്ങരുത്, സ്റ്റുഡിയോയിൽ നിന്നും തുണി വാങ്ങരുത് എന്നാണ് അവരുടെ ക്യാമ്പയിൻ. അവർ മെയിനായിട്ട് പറയുന്ന കാര്യം അതാണ്. ഉം ഉം. എന്താണ് ഇതിൽ ടാറ്റ ചെയ്യുന്ന തെറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഇത് ഇസ്രായേലിലുള്ള ഒരു കമ്പനി. ആ കമ്പനിയുടെ പേര് എന്ന് പറഞ്ഞാൽ എയറോസ്പേസ് ഇൻഡസ്ട്രി ലിമിറ്റഡ് എന്ന് പറയുന്ന ഇസ്രായേൽ കമ്പനി. യെസ്. ഇന്ത്യയുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്ന് പറയുന്ന ടാറ്റയുടെ കമ്പനി, ടാറ്റ അഡ്വാൻസ് ഉം. ലിമിറ്റഡ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ കമ്പനി, അത് ടാറ്റയുടെ കമ്പനി. ഈ രണ്ട് കമ്പനികളോട് ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് അവര് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിൽ അവർ ആയുധം ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് അറിവില്ല. അവര് ഈ സൈന്യത്തെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആധുനികവൽക്കരിക്കുന്നതിനുള്ള ഉപകരണങ്ങളാണ് അവർ ചെയ്യുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, എൻ്റെ പരിമിതമായ അറിവായിരിക്കാം, മനസ്സിലാക്കുന്നത് കൂടുതലും ഈ എന്താണ് പറയുന്നത്, അവർക്ക് സെർച്ചിങ്ങിന് പോകാനുള്ളതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ടും അവരത് ചെയ്യുന്നുണ്ട്. അവരുടെ വർക്ക് ഇന്ത്യൻ സൈന്യത്തിനോട് വേണ്ടിയിട്ടാണ് ഉം അവർക്ക് ഉം. ചെയ്യുന്നത്. ഒപ്പം തന്നെ അദാനിയുടെ ഫാക്ടറിയിൽ നിന്ന് ഡ്രോൺ ഇറക്കുന്നുണ്ട്. ഈ ഡ്രോണുകളും ഇസ്രായേലിലോട്ട് കയറി പോകുന്നുണ്ട്. ഡ്രോൺ അദാനി അതെ. ഉണ്ടാക്കി വെക്കുന്ന ദീപാവലിക്ക് പറത്താനല്ലല്ലോ, അദ്ദേഹത്തിന് അത് വിറ്റ് ഉം. പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അതെ. അതിപ്പോ അദ്ദേഹം അത് വിറ്റ് പൈസയാകുന്നു, ഇസ്രായേൽ പോലൊരു രാജ്യം വാങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബുള്ളറ്റ് ഉണ്ടാക്കുന്ന കമ്പനിയുണ്ട്, ഈ പെല്ലറ്റുകൾ ഉണ്ടല്ലോ, മറ്റേ തോക്കുകളിൽ ഉപയോഗിക്കുന്നത്. ഉം ഉം. ഉം ഉം അങ്ങനെയുള്ള ഉം. കമ്പനികളുണ്ട്. ഇന്ത്യയിൽ ഇപ്പോ ഈ ആയുധ വ്യാപാര രംഗത്ത് ഈ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന 100-ലധികം കമ്പനികളുണ്ട്. കമ്പനികൾ ഒരുപാടുണ്ട്. 100-ലധികം കമ്പനികൾ രജിസ്റ്റേർഡ് ആണ്. അതായത് ഈ പുറത്തേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ഈ വെപ്പൺസ് കയറ്റി വിടാൻ തക്കമുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുള്ള, രജിസ്റ്റേർഡ് ആയിട്ടുള്ള, നമുക്കിപ്പോൾ ഒരു ആയുധ കമ്പനി ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് ഉൽപ്പന്നം വിറ്റഴിക്കാൻ കഴിയില്ല. അപ്പൊ ആ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് രജിസ്റ്റേർഡ് ചെയ്യപ്പെട്ട 100-ലധികം കമ്പനികളുണ്ട്. ഈ 100-ലധികം കമ്പനികളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആയുധങ്ങളോ ആയുധത്തിന്റെ പാർട്സുകളോ നമ്മൾ കയറ്റി വിടാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഇവ വന്നിരിക്കുന്നത്. ഇതിനകത്ത് വേറൊരു ആംഗിൾ ഉണ്ട്, ഈ എന്തുകൊണ്ട് ഇത് ടാറ്റയ്ക്കെതിരെ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ബഹിഷ്കരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ആദ്യം ഉപേക്ഷിക്കണം. ജൂതന്റെ ആണല്ലോ അത്. ഫേസ്ബുക്ക് അതെ അതെ ഉപേക്ഷിക്കാൻ അതെ. തയ്യാറാകണം. മെറ്റ എന്താ, അതെ അതെ. വാട്സപ്പ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അങ്ങനെ സർവ്വതും ഉപേക്ഷിക്കാൻ തയ്യാറാകണം. ഇനി ടാറ്റയാണ് നിങ്ങൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചെങ്കിൽ നിങ്ങൾ ആദ്യം പാസ്പോർട്ട് ബഹിഷ്കരിക്കണം. കാരണം ടാറ്റയുടെ TCS എന്ന് പറയുന്ന കമ്പനിയാണ് പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. ടാറ്റയുടെ കമ്പനിയാണ്, ടാറ്റയുടെ TCS അതെ എന്ന് അതെ. പറയുന്ന കമ്പനിയാണ് ഈ പാസ്പോർട്ട് പ്രോസസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് ബഹിഷ്കരിക്കേണ്ടി വരും. അങ്ങനെ ബഹിഷ്കരിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. അപ്പൊ പോട്ടെ, ഇവരുടെ ലക്ഷ്യം ടാറ്റയുടെ, ഞാൻ പറയട്ടെ, ഇവർക്ക് കാര്യക്ഷമമായിട്ട് ബഹിഷ്കരിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്, എയർ ഇന്ത്യ. അതിപ്പോ ടാറ്റയുടെ കയ്യിലാണ്. അത് ബഹിഷ്കരിക്കുക. കാരണം ഹജ്ജിന് നിങ്ങൾ ആരും എയർ ഇന്ത്യയിൽ കയറി പോകരുത്, അത് ബഹിഷ്കരിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ എയർ ഇന്ത്യ പൂട്ടിപ്പോയേക്കുക. അങ്ങനെ ബഹിഷ്കരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് പല ആൾക്കാരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എയർ ഇന്ത്യ അങ്ങനല്ല. ബഹിഷ്കരിക്കാമോ? അല്ല, ഇപ്പൊ ഇവര് ചെയ്തിരിക്കുന്ന ബഹിഷ്കരണ ആഹ്വാനം വെറും ഒരു തമാശയല്ല, വളരെ സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ആണാണ് അതായത് ആണ് ആണ്. ഏതെങ്കിലും ഒരു കടയിൽ ഇതൊരു ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയിലെ നട്ടല് ആയിട്ടുള്ള ഒരു ബിസിനസ് സംരംഭകനാണ് ടാറ്റ. ഇന്ത്യയിൽ അതെ. ആകമാനം പടർന്നു കിടക്കുന്ന, ഇന്ത്യക്ക് പുറത്തേക്ക് പടർന്നു കിടക്കുന്ന ഒരു വലിയ നട്ടല്ലാണ്. നമ്മളിപ്പോ അദാനിയും ഉം. അംബാനിയും ഒക്കെ ഈ അടുത്ത് കേൾക്കുന്നതല്ലേ ഉള്ളൂ. ടാറ്റയെ അതെ. പണ്ട് മുതലേ ചിരപരിചിതമായ ഒരു ബിസിനസ്സുകാരനാണ് അയാൾ. ഒരു പക്ക കച്ചവടക്കാരനുമല്ല. അപ്പൊ യെസ്. ഇങ്ങനെയുള്ള സ്ഥാപനത്തെ തകർക്കാൻ കഴിഞ്ഞാൽ ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് തകിടം മറിക്കാൻ നമുക്ക് കഴിയും. അതായത് ഇതൊരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ ഇങ്ങനെയുള്ള ക്യാമ്പയിനുകൾ ശക്തമാകുന്നു. അങ്ങനെ ടാറ്റയുടെ ചെറുതെങ്കിലും ഒരു സ്ഥാപനത്തിന് ഒരു ഡാമേജ് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത ലക്ഷ്യം എങ്ങോട്ടേക്കായിരിക്കും? ഒരു സംശയവും ഇല്ല, അദാനിക്കെതിരെ ആയിരിക്കും.
ഇല്ലെങ്കിൽ അതെ. നമ്മുടെ അംബാനിക്കെതിരെ ആയിരിക്കും. അതായത് ഉം. ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ബിസിനസ് സംരംഭകരും ബിസിനസ്സുകാരും ഒക്കെയാണ്. അപ്പോൾ ആ അതെ അതെ കരുത്തിനെ അതെ. ചോർത്തിക്കളയുക, ആ കരുത്തിനെ തകർത്ത് കളയുക. ചിലപ്പോൾ നമുക്കിത് ആദ്യം കേൾക്കുമ്പോൾ ഇതൊരു തമാശയായിട്ട് തോന്നാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇസ്രായേലിന് നേരിട്ട് ആയുധങ്ങൾ കൊടുക്കുന്നതും ഇസ്രായേലിന് നേരിട്ട് പിന്തുണ കൊടുക്കുന്നതുമായിട്ടുള്ള രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങളൊന്നും ബഹിഷ്കരിക്കാൻ ഇവർ പറയുന്നില്ല. അതെല്ലാം നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആണ്, അമേരിക്കയുടെ അത് അടക്കമുള്ള. അത് അതെ അതെ പറയുന്നില്ല. അതെ. അത് അത് ശരിയാണ് കേട്ടോ. പറയുന്നില്ല. ഈ പറയൂ പറയൂ. പകരം ടാറ്റ എന്ന് പറയുന്ന ഒരൊറ്റ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നതെന്നും വ്യക്തമാണ് അവരുടെ ലക്ഷ്യം. കാരണം ഇന്ത്യയിൽ കരുത്തോടെ നിൽക്കുന്ന വ്യവസായ സംരംഭങ്ങളെ തകർക്കുക. എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങളും ഇസ്രായേൽ ഉൽപ്പന്നങ്ങളും ഈ രാജ്യത്ത് കൊണ്ടുവച്ച് വിൽക്കുന്ന അനവധി സ്ഥാപനങ്ങളില്ലേ, അവർക്കെതിരെ ഒന്നും പ്രതിഷേധം വരുന്നില്ലല്ലോ. അത് കൃത്യമായി തന്നെ ടാറ്റയെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഉള്ള ഒരു അറ്റാക്കാണ്. അതിന്റെ ടെസ്റ്റ് ഡോസിനായി അവർ തെരഞ്ഞെടുക്കുന്ന സമയം ഏതാണ്? അവർ പെരുന്നാളിനോട് അനുബന്ധിച്ച സമയമാണ്. ആ പെരുന്നാളിനാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ആ മതവിശ്വാസികൾ വസ്ത്രം വാങ്ങുന്നത്. അപ്പൊ ആ വസ്ത്രം വാങ്ങുന്നതിൽ എത്ര ശതമാനം കുറവ് വരുന്നു എന്നൊരു ടെസ്റ്റ് ഡോസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് കുറഞ്ഞാൽ, അതായത് അവരുടെ ഒരു ഇൻകം 100 രൂപ ആണ് ഈ പെരുന്നാൾ സീസണിൽ ഈ ഈ സുഡോസ് കച്ചവടം സ്റ്റുഡിയോ. ചെയ്തുകൊണ്ടിരുന്നു എങ്കിൽ, സ്റ്റുഡിയോസ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അത് 50% കുറയ്ക്കാൻ പറ്റിയ ഇവരുടെ ക്യാമ്പയിൻ കൊണ്ട് ഫലമുണ്ടായെന്ന് തോന്നുന്നു നമുക്ക്. ഇനി വളരെ കൗതുകകരമായ കാര്യം, എൻ്റെ ഒരു പരിമിതമായ അറിവിൽ കേരളത്തില് മിക്കവാറും ഒക്കെ ഈ ടാറ്റാക്കാരന്റെ ഡീലർമാരെല്ലാം മുസ്ലിം സമുദായത്തിൽപ്പെടുന്നവരാണ്. അതിന്റെ ഈ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നവരെല്ലാം തന്നെ. അപ്പോൾ അവരുടെ ലക്ഷ്യം ഇതാണ്, ഒരു ടെസ്റ്റ് ഡോസ് ആണ് അവർ നടത്തുന്നത്. ഇത് ഇവിടെ മാത്രമല്ല, ഇതിനു മുമ്പ് ഇവർ പാകിസ്ഥാനിൽ നടത്തി, അതും ജമാഅത്ത് ഇസ്ലാമിക്കാർ തന്നെ നടത്തിയത്. അവിടെ കമ്പനി പെപ്സി കമ്പനിയിൽ അതിന്റെ ലോഗോയിൽ എങ്ങാണ്ട് ഈ മതപരമായിട്ടുള്ള വാക്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അന്ന് വലിയ പ്രതിഷേധം ഉയർന്നത്. പക്ഷെ പിന്നീട് അത് വലിയ ചർച്ചയാകെ കഴിഞ്ഞപ്പോഴത്തേനും അതൊരു എംബ്ലം ആയിരുന്നു. ഒരിക്കലും അത് ഈ മതത്തിന്റെ അക്ഷരങ്ങളോ ഇല്ല അറബിക്ക് വേർഡിൽ എഴുതിയതല്ല. അതാ പാകിസ്ഥാന് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു എംബ്ലം മാത്രമായിരുന്നു. അവിടെ ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കളയുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് അറിഞ്ഞത് ഈ മതമൗലികവാദ സംഘടനകൾക്ക് കൂടുതൽ പണം കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അവരെ ഭീഷണിപ്പെടുത്തി കൂടുതൽ പണം തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപാടായിരുന്നു അറിഞ്ഞത്. അതും മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതാ ചിഹ്നവുമായിട്ട്. ഏതായാലും പിന്നീട് ആ ചിഹ്നം ഇതിനോട് മാറ്റിയോ അതോ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് കേട്ടോ. നമ്മുടെ 2-3 ദിവസം മുമ്പ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അവർ ബഹിഷ്കരിക്കാൻ പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ട് നിങ്ങളെ കൂടെ ചേർന്ന് ബഹിഷ്കരിക്കാൻ എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ആൾക്കാർ ബഹിഷ്കരണം നടത്തുമ്പോൾ മാത്രം കേരളത്തിലെ മാധ്യമങ്ങൾ വാമൂടിയിരിക്കുക, ആ ബഹിഷ്കരണത്തിലെ വാർത്തകൾ പോസിറ്റീവായിട്ട് കൊടുക്കുക. അതേസമയം വേറെ ആരെങ്കിലും ഇതേ ഒരു കോൺസെപ്റ്റുമായിട്ട് രംഗത്തെത്തി കഴിഞ്ഞാൽ അവരെ വർഗീയവാദികൾ എന്ന് വിളിക്കുക, മതവിദ്വേഷം പടർത്തുന്നവരെന്ന് വിളിക്കുക, ഉടനെ അംബേദ്കറെ പൊക്കി കാണിക്കുക, ഭരണഘടനയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഈ മഹാരാഷ്ട്രയില് കോൾ ഹിന്ദു ആപ്പ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉയർന്നു വന്നു. കോൾ ഹിന്ദു ആപ്പ്. ആ കോൾ ഹിന്ദു ആപ്പിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളാണ് ആ ആപ്പിൽ അംഗമായിട്ടുള്ളത്. ഹിന്ദുക്കളായിട്ടുള്ള വ്യാപാര സംഘങ്ങൾ ആ ആപ്പിൽ അംഗമായിട്ടുണ്ട്. അവരുടെ ആ കോൾ ഹിന്ദു ആപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ, മനസ്സിലായി, കോൾ ഹിന്ദു ആപ്പിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ ഹിന്ദു ഡെലിവറി ബോയ് ആണ് അതിലുള്ളത്. എല്ലാം ഹിന്ദുക്കളാണ്. ഇപ്പം ഇവർ ഈ ഹലാല് നടത്തുമ്പോൾ ഇവർ വാദം പിടിക്കുന്നില്ല, അറുക്കാൻ ഒരു മുസ്ലിം ആൾ വേണം, അത് ഞങ്ങളുടെ ഒരു തീരുമാനമാണ്, ഈ ഹലാൽ സ്ഥാപനത്തിൽ ഇത്ര മുസ്ലിങ്ങൾ ജോലി ചെയ്തിരിക്കണം, സർട്ടിഫിക്കറ്റിൽ അതൊക്കെ കൃത്യമായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമാനമായിട്ടുള്ള രീതിയിൽ കോൾ ഹിന്ദു ആപ്പ് വന്നപ്പോൾ അത് ഭയങ്കരമായിട്ട് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് അവർ ഇവിടെ പോർട്രേ ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ മഹാരാഷ്ട്രയിൽ അടക്കം ഈ കോൾ ഹിന്ദു ആപ്പ് കൊണ്ടുവരുന്നത് ചിലപ്പോ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു സമയത്ത് ഈ ബഹിഷ്കരിക്കുന്ന ഇതെല്ലാം കൂടെ കൊണ്ടുപിടിച്ച് കൂട്ടത്തോടെ ബഹിഷ്കരിക്കുന്ന ആൾക്കാര് ഞങ്ങളെ എതിർക്കുന്ന മതവിഭാഗങ്ങൾക്ക് ഞങ്ങളുടെ കടയിൽ നിന്ന് ഭക്ഷണം തരില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അതിനൊരു പ്രിക്കോഷന് വേണ്ടിയിട്ടാണ് ഇവർ ഇത് കൊണ്ടുവന്നതെന്ന് ഇവർക്ക് ഇപ്പൊ വാദിക്കാമല്ലോ എന്നാണ് എന്റെ ചോദ്യം. ഇവർക്ക് ഇപ്പൊ വേണമെങ്കിൽ അത് വാദിക്കാമല്ലോ. കാരണം ആ സമയത്ത് ഇവിടെയുള്ള മാതൃഭൂമി അടക്കമുള്ള ചാനലുകൾ വാർത്ത കൊടുത്തത് വർഗീയ വിദ്വേഷം വമിപ്പിക്കുന്നുണ്ട്. ഇതിലെവിടെയാണ് വർഗീയ വിദ്വേഷം? അപ്പുറത്തുള്ള ആൾക്കാർ അതുപോലെ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കൃത്യമായിട്ടുള്ള, അത് നല്ല കാര്യമല്ലേ? കാരണം അവരുടെ ഒരു സമുദായത്തിന് ഒരു കൂട്ടായ്മയുണ്ട്, ഒരു ഉറപ്പുണ്ട്, ഒരു കെട്ടുപാടുണ്ട്, അത് അവർ സുന്ദരമായിട്ട് ചെയ്യുന്നു. അതുപോലെ ഇപ്പുറത്തും വരണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആപ്പിന്റെ ഉദ്ദേശം എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഈ അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലും കർണാടകത്തിലൊക്കെ ഛട്ക മാംസം വിൽക്കാൻ ആരംഭിച്ചു. എന്തിനാണ് അങ്ങനത്തെ മാംസം വിൽക്കാൻ ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ, ഈ ഹലാൽ മാംസം അത് നമ്മൾ ഈ അവിടങ്ങളിലുള്ള ഭൂരിപക്ഷവും ഈ മാംസ വ്യാപാരത്തിൽ നിൽക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന ആളുകൾ തന്നെയാണ്. ഇതുവരെ ആർക്കും അവരോട് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹലാലൊക്കെ വലിയ ചർച്ചയായി മാറിക്കഴിഞ്ഞപ്പോൾ
അതിൽ ചിലരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ മത്സ്യമായാലും മാംസമായാലും ഒക്കെ ഞങ്ങൾക്ക് വേണ്ട ഐറ്റം നിങ്ങൾ ഹലാൽ അല്ലാതെ തരൂ എന്ന് പറഞ്ഞപ്പോൾ അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ബദലായിട്ട് വന്നാണ് ഝട്ക മാംസം. അതായത് ഈ ഹലാൽ ഇല്ലാതെ തന്നെ മൃഗങ്ങളെ അറുത്ത്, നാൽക്കാലികളെ മാടുകളെ അറുത്ത് ഉള്ള ഇറച്ചിക്കാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെയുള്ള കടകൾ ധാരാളം വന്നു. അങ്ങനെയുള്ളൂ. അപ്പം മതം തിരിഞ്ഞിട്ട് നമ്മൾ ഇതുകണക്കുള്ള കച്ചവടത്തിന് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നഷ്ടം തന്നെയാണ്. വ്യാപാരികൾക്ക് നഷ്ടമാണ്, സാമ്പത്തിക രംഗത്ത് നഷ്ടമാണ് അത് വരുത്തി വെക്കുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് പോകാതിരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. ഇതാണ് ഞാൻ പറഞ്ഞത്, കുത്തിത്തിരിപ്പിന് ഈ രാജ്യത്ത് ഒരു പഞ്ഞവുമില്ല. കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക, അതുമൂലം മറ്റുള്ളവന്റെ സാമ്പത്തിക അവസ്ഥ തകർക്കുക. ഇപ്പോൾ ഈ ടാറ്റയിലേക്ക് നടത്തുന്ന നീക്കം അത് തന്നെയാണ്. ടാറ്റയെ തകർക്കുക, ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയ്ക്ക് ചെറിയൊരു പോർമ ഏൽപ്പിക്കാൻ പറ്റി, അതെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യുന്നെങ്കിൽ നടക്കട്ടെ. കാരണം ഇന്ത്യക്കാരുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത ഒരു വിഷയമാണ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം. നമ്മളെ സംബന്ധിക്കുന്ന, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല, നമ്മളുമായിട്ട് പുലബന്ധങ്ങളില്ല. ആ ഉൽപ്പന്നങ്ങൾ നേരെ മറിച്ച് ഇവർ ചൈനീസ് ഉൽപ്പന്നം ബഹിഷ്കരിക്കാനോ തുർക്കിയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കാനോ പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാൻ ഒരു ചന്തമുണ്ട്, നമുക്കത് പിന്തുണയ്ക്കാൻ ഇഷ്ടം തോന്നും. ഇവരതല്ല, യാതൊരു ബന്ധവുമില്ലാത്തൊരു കാര്യം. എന്നാൽ ഇസ്രായേലുമായി ഡയറക്റ്റ് ബന്ധമുള്ള അനവധി കമ്പനികൾ ഇന്ത്യയിലുണ്ട്, അവരെ ആരും ബഹിഷ്കരിക്കാൻ പറയുന്നുമില്ല. അപ്പൊ ടാറ്റയെ മാത്രം ലക്ഷ്യം വെക്കുക, ടാറ്റയെ തകർക്കാൻ പറ്റുമെങ്കിൽ, അത് തകരത്തില്ല അത് എങ്കിൽ പോലും ചെറിയൊരു പോറലേൽപ്പിക്കാൻ പറ്റിയാൽ അത്രയും വിജയിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ധനുഷ് പറഞ്ഞ ആപ്പ്, ഇനി നാളെ ക്രിസ്ത്യാനികൾ ഒരു ആപ്പ് ഇറക്കിയാൽ എന്ത് ചെയ്യും? നിങ്ങളുടെ ക്രിസ്ത്യാനികൾ മാത്രം. അപ്പൊ എന്ത് പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ പോകണ കുറച്ചുനാൾ കഴിയുമ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനും മുസ്ലിങ്ങളും ഒക്കെ പ്രത്യേക പാടം നിർമ്മിക്കേണ്ടി വരും. അവർക്ക് കഴിക്കാനുള്ള അരി, അവർക്ക് കഴിക്കാനുള്ള കരിമ്പൻ തോട്ടം ഉണ്ടാക്കേണ്ടി വരും പഞ്ചസാരയ്ക്ക് വേണ്ടിയിട്ട്. ഇങ്ങനെ എങ്ങാണ് നമുക്ക് ലോകത്ത് ജീവിക്കാൻ പറ്റൂ? കാരണം ഇത് അത് നമ്മളെ അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യൻ ആദ്യം തിരിച്ചറിയപ്പെടണം. കാരണം എൻ്റെ ഒരു അറിവിൽ ഇന്ന് വരെ ഈ നമ്മളിവിടെ പറയുന്നുണ്ടല്ലോ RSS വർഗീയമാണ്, ഇല്ലെങ്കിൽ മറ്റവർ വർഗീയമാണ്, BJP വർഗീയം, അവരാരെങ്കിലും ഏതെങ്കിലും ഉൽപ്പന്നം ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഒഫീഷ്യലായിട്ട്? അവരുടെ നേതാക്കന്മാർ അവിടെ ഇവിടെ നിന്ന് പറയുന്നതല്ല, എവിടെയെങ്കിലും ഒരു സംഘടനാ തലത്തിൽ അവരെങ്ങും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈവൻ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ, നമ്മളുമായി ഗാൽവാൻ കുന്നിൽ ഏറ്റവും കിട്ടിയ സമയത്ത് പോലും ചൈനയുടെ ഉൽപ്പന്നം ബഹിഷ്കരിക്കാൻ പറഞ്ഞിട്ടില്ല. പകരം RSSന് ഒരു സംഘടനയുണ്ട്, സ്വദേശി ജാഗരണ മഞ്ച് എന്ന് പറയുന്ന സംഘടന. ആ സംഘടന അവരൊരു ബുക്ക്ലെറ്റ് ഉണ്ട്. ആ ബുക്ക്ലെറ്റിൽ അവർ പറയുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ വാങ്ങും, അതിനകത്ത് അവർ പേസ്റ്റ് കൊടുക്കുന്നുണ്ട്, മറ്റ് വസ്ത്ര കമ്പനികളുടെ പേര് കൊടുക്കുന്നുണ്ട്. അതവർ ചെയ്യുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ രാജ്യത്തെ വ്യവസായ സംരംഭങ്ങളും നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന ആ സ്വദേശീയ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. അതിനകത്ത് മുസ്ലിമിന്റെ കമ്പനികളുമുണ്ട്, ക്രിസ്ത്യാനിയുടെ കമ്പനിയുണ്ട്, എല്ലാം നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാവരുടെയും കമ്പനി. എന്നിട്ട് അവർ പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നത് മുതൽ ഉറങ്ങുന്നിടം വരെ നമ്മൾ ഉപയോഗിക്കുന്നത് 95% വിദേശത്താണ്. അത് പേസ്റ്റ് ആയാലും സോപ്പായാലും എല്ലാം നമ്മുടെ രാജ്യത്ത് തന്നെ സ്വന്തം നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ ഇറക്കുന്നുണ്ടല്ലോ, അത് വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ. അത് തുടങ്ങിയിട്ട് വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് മേളിലായി ഈ സ്വദേശി ജാഗരണം തുടങ്ങിയിട്ട്. അവരെല്ലായിടത്തും നിന്നൊരു സ്റ്റാളൊക്കെ ഒരുക്കാറുണ്ട്. അതായത് അതൊരു വണ്ടിയും ഒക്കെ ഉണ്ട് കേട്ടോ, ചില വാഹനങ്ങളും ഒക്കെ ഉണ്ട്. ഈ വാഹനം നമ്മുടേതാണ്, അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങളെ, അതെ അവർ പറയുന്നത് ഹിന്ദുക്കളുടേതല്ല, ഈ രാജ്യത്തിന്റെ ഉൽപ്പന്നമാണ് എന്നാണ്. അതായത് ഞാൻ പറഞ്ഞ അവര് വെച്ചിരിക്കുന്ന ലിസ്റ്റിനകത്ത് ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും സിഖുകാരന്റെയും എല്ലാവരുടെയും ഉണ്ട്, മുസ്ലിമിന്റെ എല്ലാവരുടെയും ഉണ്ട്. അപ്പം ആ രീതിയിലേക്ക് മാറേണ്ടതിന് പകരം ഇത് വ്യക്തമായ ലക്ഷ്യമാണിത്. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നുള്ളതല്ല, ഇസ്രായേലിനെ സഹായിക്കുന്ന അനവധി കമ്പനികൾ ഇന്ത്യയിലുണ്ട്. ആയുധം വിറ്റ് അദാനിയുടെ ഡ്രോണും ഒക്കെ അങ്ങോട്ട് തന്നെ കയറിപ്പോന്ന്, വെടികൊണ്ടുകൾ കയറ്റിവിടുന്ന കമ്പനികളും ഒക്കെ ഉണ്ട്. അപ്പോ ഈ ബഹിഷ്കരണം എവിടെ എത്തിക്കും എന്നുള്ളത് ഈ ബഹിഷ്കരണത്തിന് ഇറങ്ങുന്നവരാണ് ചിന്തിക്കേണ്ടത്. അതാണ് ധനുഷ് പറഞ്ഞ പോലത്തെ കാര്യങ്ങളിലേക്കാണ് നീങ്ങുന്നതെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തും. കാരണം എല്ലാവരും നമ്മുടേതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കടയിൽ കയറിയാൽ മതി, എങ്ങനെയാണെങ്കിലുള്ള അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി. ഇല്ലെങ്കിൽ നമ്മുടെ ഉൽപ്പന്നം വാങ്ങിയാൽ മതി. അങ്ങനെ ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാനും വിതരണം ചെയ്യാനും കഴിയുകയുമില്ല. അങ്ങനെയുണ്ട്. നമുക്കും വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പലതും വന്നാലല്ലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ലക്ഷ്യം അതൊന്നുമല്ല. ഇവിടെ ലക്ഷ്യം വർഗീയമല്ല, പകരം രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർക്കുക, അത് തന്നെയാണ് ലക്ഷ്യം. അതല്ല ഇതിനകത്ത് വർഗീയത കാണണ്ട, പിന്നെ ഈ മുതലക്കണ്ണീര് കാണണ്ട, ഹമാസിനെ ആക്രമിക്കുന്നതിന്റെ മുതലക്കണ്ണീരും അല്ല ഇതിന്റെ ലക്ഷ്യം. ഒരു ടെസ്റ്റ് ഡോസ്. ഈ പെരുന്നാൾ കാലത്ത് എത്ര പേര് കടകൾ ബഹിഷ്കരിക്കുന്നു, അപ്പൊ അവർക്കുണ്ടാകുന്ന ഡാമേജ് എന്താണ്, അത് സക്സസ് ആയാൽ അടുത്ത റൗണ്ട് നമുക്ക് കാറുകളിലേക്ക് കടക്കാൻ. ടാറ്റ കാർ ആരും വാങ്ങരുത്. നമ്മൾ കണ്ടിട്ടില്ല, സാധാരണ ഇങ്ങനെ വാഹനങ്ങളും ഉൽപ്പന്നങ്ങളും ഒക്കെ ഇറങ്ങുമ്പോൾ റിവ്യൂ നടത്താൻ കുറെ ബ്ലോഗർമാർ വരും. അവര് വന്നിട്ട് ചുമ്മാ അതങ്ങ് റിവ്യൂ നടത്തും. അയ്യോ വെറും മോശം വണ്ടിയാണ്,
അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അത് ഓരോ കമ്പനികൾക്ക് വേണ്ടി നടത്തും. ഒരുപക്ഷെ ആ കമ്പനികളൊക്കെ ഉം. തന്നെ പണം മുടക്കി നടത്തുന്ന റിവ്യൂസ് ആണോ എന്നും അറിയില്ല. അങ്ങനെയുണ്ട്. ഇതിപ്പോ കുറച്ചുകൂടെ മതം കൂടെ വെച്ചിട്ടുള്ള ഒരു കളി, അത്ര അങ്ങനെ കരുതിയാൽ മതി അതിനെ. പക്ഷെ ഇത് വെച്ച് പൊറുപ്പിക്കുക അസാധ്യകരമായ കാര്യമാണ്. ഇതിനെതിരെ ഓക്കെ. പ്രതികരിക്കേണ്ട ജനങ്ങളാണ്. അതിന് കൃത്യമായ ഒരു മറുപടി കൊടുത്താൽ, ഇപ്പോൾ ഇവര് ബഹിഷ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ 10 പേര് ആ കടയിൽ കൂടുതൽ കയറാമെങ്കിൽ അതോടുകൂടി തീരാനുള്ളതേ ഉള്ളൂ. ബഹിഷ്കരണം കൊണ്ടൊന്നും നടക്കില്ല എന്നുള്ളത്. അതെ അതെ. എന്തായാലും നമ്മുടെ നാട്ടില് നമ്മളൊരു പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അതിന്റെ ക്വാളിറ്റി മോശമായാൽ മാത്രമാണ് നമ്മൾ ബഹിഷ്കരിക്കുന്നത്. നമുക്കറിയാം ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരാൾ എന്താണ് പുലയൻസ് അച്ചാർ ഇല്ലാത്തത്, അച്ചാർ ബ്രാഹ്മിൻസ് ആയിരുന്നാലും പുലയൻസ് ആയിരുന്നാലും അതിന്റെ ക്വാളിറ്റി ഒന്നാണെങ്കിൽ നല്ലതാണെങ്കിൽ ഏത് അച്ചാറും ഏത് മനുഷ്യനും മേടിക്കും എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഈ മതം ഉപയോഗിച്ചുള്ള ഒരു ബഹിഷ്കരണം. എന്തായാലും അത്തരത്തിലുള്ള ഒരു ബഹിഷ്കരണങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ വിലപ്പോയില്ല, അത് വെച്ച് പൊറിപ്പിക്കാനും സാധിക്കില്ല. അതുകൊണ്ട് ഈ ജൂതരുണ്ടാക്കിയ സാധനങ്ങൾ ബഹിഷ്കരിക്കണമെങ്കിൽ ഇവർ ബഹിഷ്കരിക്കേണ്ട ഒരു ലിസ്റ്റ് തന്നെയുണ്ട്. ബോൾ പോയിന്റ് പെൻ എഴുതുന്നത് അത് ബഹിഷ്കരിക്കണം, പിൽ ക്യാമ്പ് ബഹിഷ്കരിക്കണം, പോളിയോ വാക്സിൻ അത് ബഹിഷ്കരിക്കണം. അത് കുറച്ച് പേര് ഇവിടെ ബഹിഷ്കരിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഒരു വാർത്ത ഞാൻ കണ്ടു, ഒരു കുഞ്ഞിനെ വീട്ടിൽ പ്രസവം എടുത്ത ഒരു കുഞ്ഞിന് പോളിയോ വാക്സിൻ കൊടുക്കില്ല എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയെ വാശി പിടിക്കുന്ന, സ്റ്റെയിൻലെസ് സ്റ്റീൽ ബഹിഷ്കരിക്കണം, പേസ് മേക്കർ ബഹിഷ്കരിക്കണം, ഹൃദയത്തിൽ വെക്കുന്ന പേസ് മേക്കർ ബഹിഷ്കരിക്കണം, ജനറ്റിക് എഞ്ചിനീയറിംഗ് ബഹിഷ്കരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വീഡിയോ ഗെയിം, ഇൻസ്റ്റന്റ് ക്യാമറ, ഗൂഗിള്, ക്യാമറ ഫോൺ, അതായത് നമ്മളിപ്പോ ഉപയോഗിക്കുന്ന ക്യാമറ ഫോൺ അടക്കം ബഹിഷ്കരിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് പോകും. അതുകൊണ്ട് വിജയേട്ടൻ പറഞ്ഞതുപോലെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഓരോ ഓരോ വീട്ടിലും ഓരോ ആൾക്കാർക്ക് ഓരോ മതവിഭാഗത്തിന് ഓരോ പാടമൊക്കെ വേണ്ടി വരും. അവരവരുടെ അരി അവരവർക്ക് കഴിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താം. താങ്ക് യു വിജയേട്ടാ, താങ്ക് യു സോ മച്ച്.